അറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ശരിയാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അൻവർ ഒരു അടഞ്ഞ അധ്യായമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അൻവർ ഇപ്പോൾ ഒരു വിഷയമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം നിയമസഭയിൽ വന്നത്. അദ്ദേഹം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPI ഉപേക്ഷിച്ചു. CPMന്റെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം നേരത്തെ മത്സരിച്ചത്. അദ്ദേഹം വിട്ടതോടുകൂടി അദ്ദേഹവുമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ ബന്ധം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിയമവാഴ്ച സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. പ്രശ്നങ്ങളിൽ പ്രതിഷേധിക്കാനോ പ്രശ്നങ്ങൾ ഉന്നയിക്കാനോ ഒന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അതെല്ലാവർക്കും അനുവദനീയമാണ്. പക്ഷേ ഒരു ആഫീസിൽ കയറി അത് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ അവകാശത്തിൽപ്പെടുന്നതല്ല. അങ്ങനെ ഒരു നിലപാട് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു. പൊതുമുതൽ നശിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് പോലീസ് സാധാരണ നിലയിൽ സ്വീകരിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇല്ല അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ പക്ഷത്തെ സമീപിക്കുന്നത് ശരിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അൻവർ എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭീഷണിയാണ് എന്നുള്ള അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPMനോ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ഇങ്ങനെയുള്ള നിലപാടുകൾ വരുമ്പോൾ അതിന് ഇത് കുറച്ച് വൈകിപ്പോയിന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഇത്തരം ചില തെറ്റായ രീതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതാരുടെ ഭാഗത്ത് വന്നാലും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ സഡൻ ആക്ഷൻ തന്നെയാണ് പ്രധാനം. അപ്പം അത് തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല. അതിനനുസരിച്ചുള്ള എല്ലാ നിയമ നടപടികളും പാലിച്ചുകൊണ്ടാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. അതല്ലേ ചെയ്യേണ്ടത്. അടിസ്ഥാനരഹിതം സർക്കാർ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയാന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ? സർക്കാർ പണിയെടുക്കുന്നത് ഈ കേരളത്തിലെ വലിയ തോതിൽ ജീവിതത്തിന് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ പക്ഷത്താണ് ഈ ഗവൺമെന്റ്. പാവപ്പെട്ട ജനങ്ങളുടെ പക്ഷത്താണ് ഈ ഗവൺമെന്റ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഭൂബന്ധങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. പിന്നെ ക്ഷേമ നടപടികൾ, വികസന പ്രവർത്തനങ്ങൾ, ഇവിടെയാണ് ഗവൺമെന്റിന്റെ ഊന്നൽ. ഗവൺമെന്റ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഈ നവംബർ മാസത്തിൽ 2025 നവംബർ മാസത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളം അതിദാരിദ്ര്യ വിമുക്ത കേരളം. അത് ഇന്ത്യയിൽ ആദ്യമാണ്. അപ്പൊ അത്തരം നടപടികൾക്കാണ് കേരളത്തിലെ ഗവൺമെന്റിന് ഊന്നൽ. അത് അൻവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറുവഴിയിലേക്ക് തിരിഞ്ഞു പോകുമെന്ന് പറയുന്നത് ശരിയല്ല. ജനങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് പരിശോധിക്കേണ്ടത്. നിങ്ങളൊക്കെ അല്ലേ താരപരിവേഷം കൊടുക്കുന്നത്? അൻവറിന് താരപരിവേഷം കൊടുക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾക്കത് അങ്ങനെ കുറച്ചു കാലം ഉണ്ടാവും. ആ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അൻവർ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭീഷണിയല്ല. അത് ജയരാജൻ തന്നെ അത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെറുതെ വിവാദങ്ങളിലേക്ക് എന്നെ വലിച്ചെടുക്കണ്ട. ജയരാജൻ പോയ സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ ജയരാജൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്.